അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംരക്ഷിക്കുവാനുള്ള ചുമതല സക്കരിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. വിശേഷിക്കപ്പെട്ട പഴങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. മറിയമേ, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? അതിന് മറിയം ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നാണിത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് നൽകും, അവൻ കണക്കില്ലാതെ നൽകും. ഈ മറുപടി കേട്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ കുളിരണിഞ്ഞുപോയി. എത്ര നല്ല കുട്ടി! ഒരു കുഞ്ഞിനെ കിട്ടുവാനുള്ള മോഹം മനസ്സിൽ നിറഞ്ഞു. ഇതുപോലൊരു കുഞ്ഞിനെ തനിക്കും കിട്ടിയെങ്കിൽ അവർ വല്ലാതെ മോഹിച്ചു പോയി. അവിടെ വെച്ചു തന്നെ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. സൂറത്തു ആൽ ഇമ്രാനിലെ 38-ാം വചനത്തിന്റെ ആശയം ഇങ്ങനെയായിരുന്നു. അവിടെ വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, എനിക്ക് നിന്റെ പക്കൽ നിന്ന് വിശിഷ്ട സന്തതിയെ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന പൊന്നുമോളുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ മനസ്സ് കുളിരണിയുകയും ഒരു വല്ലാത്ത വികാരാവേശത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനക്ക് ഉടനെ തന്നെ ഉത്തരം ലഭിക്കുകയും ചെയ്തു. നീണ്ട പതിറ്റാണ്ടുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ഇപ്പോഴാണ് അത് ഉണ്ടായത്. സൂറത്ത് ആൽ ഇമ്രാനിലെ 39-ാം വചനത്തിന്റെ ആശയം കാണുക. അങ്ങനെ മെഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹ്യ എന്ന കുട്ടിയെ കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു. ആ കുട്ടി അള്ളാഹുവിൽ നിന്നുള്ള വചനത്തിൽ വിശ്വസിക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണ ശക്തി തികഞ്ഞവനും സജ്ജനങ്ങളിൽപ്പെട്ട പ്രവാചകനും ആയിരിക്കും. ഇതെല്ലാം സന്തോഷ വാർത്തകൾ. തനിക്കൊരു പുത്രൻ ലഭിക്കും, പേര് യഹ്യ. സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളും അള്ളാഹുവിന്റെ പ്രവാചകനുമായിരിക്കും. ദീനിന്റെ പ്രബോധനമാണ് സക്കരിയ നബി അലൈഹിസ്സലാം നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രവർത്തനം തുടർന്ന് നടത്തുവാൻ ഒരു പിൻഗാമി വേണം. കാര്യമാണ് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ കാലശേഷം എന്തും സംഭവിക്കാം. ബന്ധുക്കൾ വഴികേടിലേക്ക് നീങ്ങിയേക്കാം, അഹങ്കാരം കാണിച്ചേക്കാം, പിശാചിനെ പിന്തുടർന്നേക്കാം. ഇതൊന്നും ഓർക്കുവാൻ കഴിയുന്നില്ല. ജനങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ യോഗ്യനായ പിൻഗാമിയെ ലഭിക്കണം. അതിരാത്രികളിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അക്കാര്യം പറയുന്നുണ്ട്. എനിക്കും യഹ്കൂബ് കുടുംബത്തിനും പിന്തുടർച്ചാവകാശിയായി തീർന്ന ഒരു മകനെ തരണമേ. എന്റെ റബ്ബേ, നീ അവനെ എല്ലാവരുടെയും തൃപ്തിക്ക് യോജിച്ചവനും ആക്കേണമേ. വൃദ്ധ മനസ്സിന്റെ തേങ്ങൽ നാം ഈ വരികളിൽ കാണുന്നു. അനന്തരാവകാശി ഇല്ലാതായി പോകുമോ എന്ന ആശങ്കയും ഈ വാക്കുകളിൽ തുടിച്ചു നിൽക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഉത്കണ്ഠയെ കുറിച്ച് സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സംഭവം ഓർക്കുക. എന്റെ റബ്ബേ, നീ എന്നെ പിന്തുടർച്ചക്കാരില്ലാതെ ഒറ്റക്കായി വിട്ടുകളയരുതേ. നീ അനന്തരമെടുക്കുന്നവരിൽ ഉത്തമനാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് മെഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. തന്റെ ഭാര്യയെ വന്ധ്യയായിട്ടാണ് ആ സമൂഹം കാണുന്നത്. പ്രസവിക്കാത്ത സ്ത്രീ ഇനി വൃദ്ധയായി, ഇനി പ്രസവിക്കില്ല. അതാണ് എല്ലാവരുടെയും ധാരണ. ആ വൃദ്ധ ഗർഭം ധരിക്കും. അതൊരു സംസാര വിഷയമായി മാറും. സൂറത്തുൽ അംബിയായിലെ 90-ാം വചനത്തിന്റെ സാരം കാണുക. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി യഹ്യയെ പ്രദാനം ചെയ്യുകയും തന്റെ ഭാര്യയെ തനിക്ക് നാം നന്നാക്കി പ്രസവിക്കാറാക്കി കൊടുക്കുകയും ചെയ്തു. നിശ്ചയം അവർ നല്ല കാര്യങ്ങളിൽ ധൃതി കാണിക്കുകയും ആശിച്ചും പേടിച്ചും കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ അള്ളാഹുവിനോട് ഭക്തി കാണിക്കുന്നവരുമായി ഒരു കൂട്ടം പ്രവാചകന്മാരുടെ പേരുകൾ ഒന്നിച്ചു പറയുക. അവരെല്ലാവരും സദവൃത്തരായിരുന്നുവെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. അന്ത്യനാൾ വരെ അത് ചർച്ച ചെയ്യപ്പെടുന്ന എത്ര സന്തോഷകരമായ അവസ്ഥ! നബിമാർ അള്ളാഹുവിന്റെ വഴിയിൽ കഠിനാധ്വാനം ചെയ്തു, ത്യാഗനിർഭരമായ ജീവിതം നയിച്ചു. അവരുടെ കഠിന ശ്രമങ്ങൾ അള്ളാഹു വാഴ്ത്തിപ്പറഞ്ഞു. സൂറത്തുൽ അൻആമിൽ ഇങ്ങനെ കാണാം: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്
അനന്തരാവകാശികളെ നൽകിയ സംഭവം അനുസ്മരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും പ്രദാനം ചെയ്തത്. എല്ലാവരെയും നാം നേർമാർഗത്തിലേക്കാക്കിയിരിക്കുന്നു. നൂഹ് നബിയെയും നാം നേർമാർഗത്തിൽ ആക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സന്തതികളിൽ നിന്ന് ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും അയ്യൂബ് നബിയെയും യൂസുഫ് നബിയെയും മൂസ നബിയെയും ഹാറൂൻ നബിയെയും നാം നേർമാർഗത്തിലാക്കിയിരിക്കുന്നു. അപ്രകാരം സൽഗുണന്മാർക്ക് നാം പ്രതിഫലം നൽകുന്നു. സക്കരിയ നബിയെയും യഹ്യാ നബിയെയും ഈസാ നബിയെയും ഇല്യാസ് നബിയെയും നാം നേർമാർഗത്തിലാക്കി. എല്ലാവരും സദ്വൃത്തരിൽപ്പെട്ടവരാകുന്നു. ഇസ്മായിൽ നബിയെയും അൽസൈനെയും യൂനിസ് നബിയെയും ലൂത്ത് നബിയെയും നേർമാർഗത്തിലാക്കി. എല്ലാവരെയും ലോകരേക്കാൾ നാം ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. നബിമാരുടെ സമുന്നത സ്ഥാനം മനസ്സിലാക്കാൻ ഈ പ്രവാചകന്മാർ നമ്മെ സഹായിക്കുന്നു. എല്ലാ കാലത്തും ദുർമാർഗികൾ ഉണ്ടായിരുന്നു. അവർ പ്രവാചകന്മാരെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. ദുർമാർഗികൾ കുറെ കാലം ഭൂമിയിൽ കുഴപ്പങ്ങൾ നടത്തും. പിന്നെ അവരെയെല്ലാം അള്ളാഹു പിടികൂടുകയും നശിപ്പിക്കുകയും ചെയ്യും. യഹ്യ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നീ നബിമാർ വമ്പിച്ച ത്യാഗം സഹിച്ചവരാണ്. ദുർമാർഗികൾ അവരെ ക്രൂരമായി ഉപദ്രവിച്ചു. അത്തരം രംഗങ്ങൾ കേൾക്കുവാൻ പോവുകയാണ് നാം. യഹ്യ എന്നത് കൗതുകമുണർത്തുന്നൊരു പുതിയ പേരാണ്. മുമ്പ് ഒരാൾക്കും ആ പേര് നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ വിവരണം ഹൃദയസ്പർശിയായ സൂറത്തുൽ മറിയമിൽ കൊടുത്തിട്ടുണ്ട്. ചില വചനങ്ങൾ നമുക്ക് കേൾക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ഇത് താങ്കളുടെ റബ്ബ് തന്റെ അടിമയായ സക്കരിയയോട് കാണിച്ച കാരുണ്യത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ആ പ്രാർത്ഥനയുടെ രഹസ്യ സ്വഭാവത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. അടിമ പറയുന്നത് യജമാനൻ കേട്ടാൽ മതി. മനസാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ അപ്പോൾ കഴിയും. അദ്ദേഹം തന്റെ റബ്ബിനോട് രഹസ്യമായി പ്രാർത്ഥിച്ചപ്പോൾ ആയിരുന്നു അള്ളാഹു കാരുണ്യം കാണിച്ചത്. പ്രാർത്ഥന നടത്തുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്. ഞാൻ വൃദ്ധനായി, എല്ലുകളുടെ ബലം കുറഞ്ഞു, തലയിൽ നര വന്നു, കറുത്ത മുടികൾ മുഴുവനും വെളുത്തുപോയി. എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടി. ഏതെല്ലാം കാര്യങ്ങൾക്കും നാം പല സന്ദർഭങ്ങളിലായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവയെല്ലാം നീ എനിക്ക് നൽകി. എല്ലാ പ്രാർത്ഥനകളും നീ എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു. ഇതും എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ. സൂറത്ത് മറിയമിലെ 4-ാം വചനത്തിന്റെ ആശയം നോക്കൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹ മിടുമിടുക്കിയായ, തൗറാത്ത് പഠിക്കുന്ന ബുദ്ധിമതിയായ പെൺകുട്ടി. തൗറാത്ത് പഠിക്കുന്നു, ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം നൽകുന്ന വിലപ്പെട്ട ഉപദേശങ്ങൾ തൗറാത്ത് വിശദീകരിക്കുന്നത് കേൾക്കുവാൻ വല്ലാത്തൊരു താല്പര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം, അത് ഉൾക്കൊള്ളുന്നത് എത്ര മഹത്തായ ആശയങ്ങൾ. വാർദ്ധക്യത്തിൽ എത്തിയ പ്രവാചകന് എന്തെല്ലാം അനുഭവങ്ങൾ പറയുവാനുണ്ട്. സംസാരത്തിനിടയിൽ അവയെല്ലാം ഒഴുകിവരും. ഹൃദയസ്പർശിയായ വിവരണങ്ങൾ കേൾക്കുവാൻ വല്ലാത്തൊരു സന്തോഷം. ഇതിനൊരു മറുവശമുണ്ട്. ദുർമാർഗികളുടെ അക്രമങ്ങൾ. അവരുടെ മനസ്സിൽ ഇരുട്ടാണ്, ഈമാനിന്റെ പ്രകാശമില്ല. ഇക്കാരികൾ, പിശാചിനെ പിൻപറ്റുന്ന ക്രൂരന്മാർ, തൗറാത്തിനെ വെട്ടിത്തിരുത്തിയവർ, അള്ളാഹുവിന്റെ വചനത്തെ മാറ്റിമറിച്ചവർ. അവർ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. തക്കം കിട്ടിയാൽ അവർ ഉപദ്രവിക്കും. അള്ളാഹുവിന്റെ വചനങ്ങളാണ് സക്കരിയ നബി അലൈഹിസ്സലാം പറയുന്നത്. അള്ളാഹുവിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. നിരന്തരം വിളിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹു നിരോധിച്ചത് ഒഴിവാക്കുക. സക്കരിയ നബി അലൈഹിസ്സലാം നിരന്തരം ജനങ്ങളെ ഉപദേശിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്. ആ സംസാരം അവർക്ക് കേൾക്കേണ്ട. അവർ ശബ്ദമുണ്ടാക്കും, ഊകി വിളിക്കും, കല്ലെറിയും, അവർ ഭീഷണിപ്പെടുത്തും. അപ്പോഴും സക്കരിയ നബി അലൈഹിസ്സലാം ക്ഷമ കൈക്കൊള്ളും. എല്ലാം അള്ളാഹു കാണുന്നു, അറിയുന്നു. ജീവനും മരണവും നൽകുന്നവൻ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ.
അവന്റെ വിധിയിൽ തൃപ്തനാവട്ടെ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ വയസ്സ് 120. ഭാര്യ ഇഷാഇന്റെ പ്രായം 98. ഈ പ്രായത്തിൽ കുട്ടിയുണ്ടാവുകയോ വല്ലാത്തൊരു അതിശയം തന്നെ. സൂറത്ത് ആലി ഇമ്രാനിൽ ഈ അതിശയം പ്രകടിപ്പിക്കുന്നത് കാണാം. 40-ാം വചനത്തിന്റെ ആശയം ഇങ്ങനെ: സക്കരിയ നബി പറഞ്ഞു, റബ്ബേ, എനിക്ക് എങ്ങനെയാണ് പുത്രനുണ്ടാവുക? എനിക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞു, എന്റെ ഭാര്യ വന്ധ്യയാകുന്നു. അള്ളാഹു പറഞ്ഞു, അപ്രകാരം തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത്. അള്ളാഹു സർവശക്തൻ, എന്തിനും കഴിവുള്ളവൻ. വൃദ്ധ ഗർഭം ധരിക്കും. ഇത് സംഭവിക്കും എന്നതിന് ഒരു അടയാളം കാണണം. മനസ്സിന്റെ മോഹമാണ്, റബ്ബേ, എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ. അങ്ങനെ അവർക്കൊരു സന്തോഷ വാർത്ത ലഭിച്ചു. ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ തുടർന്ന് കേൾക്കുക. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.